കൊടൈക്കനാലിൽ മഷ്റൂം ഇടാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. സി സം സയൻസ് അബൌട്ട് ഇറ്റ് ഇസ് പളനി ഹിൽസിൽ കാണുന്ന മഷ്റൂമിന്റെ കാറ്റഗറി സൈലോസൈബിൻ ക്യുബൻസിസ് എന്ന് പറയുന്ന ഒരു മഷ്റൂമാണ്. സോ ഈ മഷ്റൂം നമ്മുടെ ബോഡിയിലെത്തുമ്പോൾ അത് സെറട്ടോണിൻ റിസപ്റ്ററിനെ ബാധിക്കും. അതിൻ്റെ എഫക്റ്റുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സി 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുമ്പം ഈ സിലോസൈബിൻ ക്യുബൻസിസിനെ പോലെ തന്നെ കാണുന്ന ഒരു വേറെ സാധനമാണ് അമാനിറ്റ എന്ന് പറയുന്ന ഒരു വേറെ മഷ്റൂം. ദാറ്റ് ഈസ് വെരി മച്ച് ഹെപ്പാറ്റോടോക്സിക് ആണ്, ലിവർ അടിച്ചു പോവും. രണ്ടാമത്തെ കാര്യം, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നമ്മളെ ജീൻസിൽ ജനറ്റിക്കലി നമുക്ക് ചെറിയ ബൈപ്പോളാറോ ഡിപ്രഷനോ പാനിക് അറ്റാക്കോ ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ആവും. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ചില പേഷ്യൻറ്റിൽ കണ്ടാണ് HPDD എന്ന് പറയും, ഹാലൂസിനോജൻ പെർസിസ്റ്റിംഗ് പെർസെപ്ഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും അതുപോലത്തെ അവസ്ഥ വരുന്നത്. പല ആൾക്കാർക്കും ആ അവസ്ഥ വിസ്റ്റാൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ല. സോ കൊടൈക്കനാലിലെ മഷ്റൂം നിങ്ങൾ വിചാരിച്ച അത്ര സേഫ് അല്ലെന്ന് തോന്നുന്നു.